തിരിച്ചുള്ള യാത്രയിൽ ആയുഷിനൊപ്പം സാക്ഷിയായിരുന്നു മുന്നിലിരുന്നത്. അർപ്പതയോട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്ന ആയുഷിനെ അവൾ കൗതുകപൂർവ്വം നോക്കിയിരുന്നു. എന്താ സാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിലാണ് അവൾക്ക് ബോധം വീണത്. ഏയ്, ഒന്നുമില്ല അപ്പുവേട്ടാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു. ഇപ്പോൾ നിനക്ക് ആലോചന ലേശം കൂടുതലാണ്. ക്ലാസ് എടുക്കുമ്പോഴൊന്നും ഇവിടെയല്ല ശ്രദ്ധ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം സാക്ഷി, ഇതൊന്നും അത്രയ്ക്ക് നല്ലതല്ല. കോളേജിൽ വന്നാൽ പഠിച്ചിട്ട് പോകണം, അല്ലാതെ പഠിപ്പിക്കുന്ന സാറിനെയല്ല. ബാക്കി പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അറിയാമല്ലേ? BBAക്ക് പോവാനിരുന്ന ഞാൻ ഇംഗ്ലീഷ് എടുത്തത് അപ്പുവേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കെന്നെ പ്രണയിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് പ്രണയിക്കാൻ ആരുടെയും അനുവാദം വേണ്ട. കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. പിന്നെ ഇതുവരെ ഒരു വിശ്വാസമുണ്ടായിരുന്നു അപ്പുവേട്ടന് ഒന്നും അറിയില്ല എന്ന്. പക്ഷേ ഇപ്പത് മാറിക്കിട്ടി. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണോ? ഒരു കാര്യം ഓപ്പണായി പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എൻ്റെ സ്വപ്നത്തിലെ പെണ്ണിൻ്റെ ഒരു ഗുണവും നിനക്കില്ല. എണ്ണ തേച്ച കുറേ മുടിയും ഏതു നേരവും പാവാടയും ലെഗിൻസും ടോപ്പും. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് കുറച്ചെങ്കിലും മോഡേൺ ആയിരിക്കണം. പിന്നെ നീ ഏതൊരു കാര്യം തീരുമാനിക്കാനും ഉടനെ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും അഭിപ്രായം. അതെന്താ, നിനക്ക് സ്വന്തമായി ഒരു നിലപാടില്ലേ? അതുകൊണ്ട് ഞാൻ അവസാനമായി പറയുകയാണ്, ഇനി എൻ്റെ പുറകിൽ നീ ഇങ്ങനെ ഒരു നാണമില്ലാതെ നടക്കരുത്. പിന്നെ ആരു, നിന്നോടൊരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ കൂടെ നടക്കരുത് എന്ന്. നീ കേൾക്കുന്നില്ലല്ലോ. ഏട്ടന് ഇവളെ ഇഷ്ടമല്ല, അത് ഏട്ടൻ പറഞ്ഞു. ഇനി എന്നെ എടുത്ത് നടുക്ക് പിടിച്ചിടേണ്ട കാര്യമില്ല. ആരുമായി കൂട്ടുകൂടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഏട്ടൻ്റെ അഭിപ്രായം വേണ്ട. എനിക്ക് വേണ്ടി നീ ഒന്നും പറയേണ്ട ആരു. നിന്റെ ചേട്ടനല്ലേ, അപ്പോൾ നിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൂടുതലായിരിക്കും. ഞാനായി ഇനി ഒന്നിനും വരില്ല. അപ്പോഴേക്കും വീടെത്തി. അവരോട് ഒന്നും പറയാതെ അകത്തേക്ക് പോകുന്ന സാക്ഷിയെ കണ്ട് ആരുവിന് ഒരുപാട് സങ്കടമായി. അകത്തേക്ക് കയറി വന്ന സാക്ഷി കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്ന ദീക്ഷിത്തിനെയാണ്. ആ നിമിഷം അവൾ ആയുഷ് വാക്കുകൾ കൊണ്ട് തീർത്ത മുറിവ് പാടെ മറന്നു എന്ന് വേണം പറയാൻ. എന്താ കുഞ്ഞി, നീ അവിടെ തന്നെ നിന്നത്? വായോ. ഏട്ടൻ കൈവിടർത്തി അവളെ ക്ഷണിച്ചതും മറ്റൊന്നും ആലോചിക്കാതെ അവൻ്റെ കരാവലയത്തിൽ ഒതുങ്ങി അവൾ. നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ എന്നോട് പറയാതെ ഇപ്പോഴേ വന്നത്? അത് ഞാൻ നിനക്കൊരു സർപ്രൈസ് തന്നതല്ലേ. പറഞ്ഞിട്ട് വന്നാൽ നിന്റെ മുഖത്തെ ഈ സന്തോഷം കാണാൻ പറ്റില്ലല്ലോ. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ദിക്കൂട്ട, ഇന്ന് മുഴുവൻ ക്ലാസ് ആയിരുന്നു, കുഴഞ്ഞുപോയി ഞാൻ. അതാണോ? എങ്കിൽ പോയി നീ ഒന്ന് ഫ്രഷായിട്ട് വാ, നമുക്ക് ചെറിയൊരു ഔട്ടിങ്ങിന് പോകാം. എവിടെ പോകാനാ? ബീച്ചിൽ പോകാം. ഞാനിപ്പോൾ വരാം. ബീച്ച് ചേട്ടൻ്റെ കൂടെ കളിക്കുമ്പോഴും സാക്ഷിയുടെ ചിന്തകൾ മറ്റു പലതിലുമായിരുന്നു. എന്തിനാ അപ്പുവേട്ടന് തന്നോട് ഇത്രയും ദേഷ്യം? ഒരിക്കലും ഒന്നിനും ശല്യം ചെയ്യാൻ ചെന്നിട്ടില്ല. ആരോ ഏതു നേരവും തൻ്റെ കൂടെ കാണും. അവൾ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ താനോ എപ്പോഴും സൈലൻ്റ്. ഒരുപാട് അടുപ്പമുള്ളവരോട് മാത്രമാണ് അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അപ്പുവേട്ടൻ പറഞ്ഞതുപോലെ ഒരു മുട്ടായി വാങ്ങാൻ പോലും അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും അഭിപ്രായം ചോദിക്കുന്ന പെണ്ണ്. അത് പക്ഷേ ഒരിക്കലും സ്വന്തമായി തീരുമാനമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ചെയ്യുമ്പോഴുള്ള അവരുടെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പുവേട്ടന് വേണ്ടി ഇനി താൻ മോഡേൺ ആകാനും മുടി ഷാമ്പൂ ചെയ്തൊക്കെ ഇട്ടാൽ പിന്നെ സാക്ഷി അല്ലാതെയാകും. എന്നെ ഇങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ഒരാൾ മതി എനിക്ക്. പിടിച്ചു വാങ്ങുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല. വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നായാലും അത് തന്നെ തേടി വരും. അപ്പുവേട്ടൻ എന്തൊക്കെയോ തന്നിൽ നിന്നും മറയ്ക്കുന്നത് പോലെ. എന്തിനാ ഇത്ര ദേഷ്യം? ഇഷ്ടമാണെന്ന് പറഞ്ഞതിനോ? എന്തിനാ ആരുവിനെ തന്നിൽ നിന്നും അകറ്റാൻ നോക്കുന്നത്? ഇതൊന്നും ആരോടും ഒന്നും പറയാൻ പോലും പറ്റുന്നില്ലല്ലോ ദൈവമേ. എന്തായാലും എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട. പക്ഷേ മനസ്സിൽ നിന്നും അപ്പുവേട്ടനെ അങ്ങനെ പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റുമോ? അവളുടെ മനസ്സ് അവളോട് തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ദീക്ഷിത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുവെങ്കിലും ഒന്നും ചോദിക്കാൻ പോയില്ല. തൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് അത് തന്നിൽ നിന്നും ഒരുപാട് ദിവസം മറയ്ക്കാൻ പറ്റില്ല എന്ന് അവനറിയാം. കുഞ്ഞി, മതി സ്വപ്നം കണ്ടത്, വാ വീട്ടിൽ പോകാം. തിരിച്ചൊന്നും പറയാതെ ഒരു പാവ പോലെ അവൾ ദീക്ഷിത്തിൻ്റെ പുറകിൽ പോയി. അടുത്ത ദിവസം കോളേജിൽ ചെന്നപ്പോൾ സാക്ഷി മനസ്സിലുറച്ച കുറച്ച് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു.
കൂട്ടുകാരെ കാത്ത് അവിടെയുള്ളൊരു മരത്തിൻ്റെ താഴെ ഇരുന്നപ്പോഴാണ് അവളുടെ ചങ്കുകൾ സ്നേഹവും ആർച്ചയും വന്നത്. അർപ്പിത പിന്നെ ആയുഷിൻ്റെ കൂടെയാണ് രാവിലെ വരുന്നത്. എന്താണ് സച്ചി മോളെ, രാവിലെ വലിയ ആലോചന? എങ്ങനെ നിന്റെ വിശ്വാമിത്രനെ വളയ്ക്കുമെന്നാണോ? സ്നേഹ ചോദിച്ചതും അവളെ നോക്കി ഒരു മങ്ങിയ ചിരി ചിരിച്ചു അവൾ. അതൊരു അടഞ്ഞ അധ്യായമല്ലേ മോളൂസേ, ഞാൻ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനും വേണ്ടി ഇപ്പം എന്തുണ്ടായി? അവരുടെ ആ ചോദ്യം കേട്ടതും അവൾ ഇന്നലെ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിറഞ്ഞു വന്ന അവളുടെ കണ്ണുകൾ വാശിയോടെ അവൾ തുടച്ചു മാറ്റി. അപ്പോഴത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലും ഓർക്കാതെ ഇതെടുത്തത്. ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പഠിക്കട്ടെ. ആർക്ക് വേണ്ടിയാണ് സ്വന്തം സ്വപ്നങ്ങൾ കളയേണ്ടത്? ഈ കോളേജിൽ തന്നെ BBAക്ക് അടുത്ത വർഷം അഡ്മിഷൻ എടുക്കാം. ഞാൻ ദിക്വേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ആള് അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിക്കും. എന്നിട്ട് എനിക്ക് MBA എടുക്കണം. ഇനി ആരുടെ മുന്നിലും താഴാൻ വയ്യ. നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ കാണും നിന്റെ കൂടെ. അയാൾക്ക് നിന്നെ വിധിച്ചിട്ടില്ല. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞ് പുച്ഛിച്ചവനല്ലേ. പോകാൻ പറ. നിന്റെ രാജകുമാരൻ വെയിറ്റിംഗ് ആണടേ. സമയമാകുമ്പോൾ നിന്നെ തേടി വരും. പക്ഷേ ആയുഷ് സാറിന് എന്ത് കാര്യത്തിനാണ് നിന്നോട് ഇത്രയ്ക്കും ദേഷ്യം? ആവോ, അതെനിക്കും അറിയില്ല. എന്തായാലും നീ വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. ക്ലാസ് തുടങ്ങാൻ സമയമായി. ഇതും പറഞ്ഞവർ ക്ലാസ്സിൽ പോയപ്പോഴും അവളെ നോക്കി നിന്ന ആ കണ്ണുകളെ അവൾ കണ്ടില്ല.